ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗം 12. കോവിലകത്തിന്റെ വലിയ ഗേറ്റിന് പുറത്തുനിന്ന് ഒരു കറുത്ത കാറ് അകത്തേക്ക് കയറി വന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കാറ് പതിയെ മുന്നിലേക്ക് വന്ന് നിർത്തി. എഞ്ചിൻ ഓഫ് ആയതും ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി. ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും ധരിച്ച ഉയരം കൂടിയ ഒരു യുവാവ്. മുഖത്ത് ചെറിയ താടി, കണ്ണുകളിൽ ആത്മവിശ്വാസം, നടപ്പിൽ രാജകീയമായൊരു ഭംഗി. അവനെ കണ്ടതും സച്ചി പെട്ടെന്ന് മാധവനെ നോക്കി. റാം. ആ പേര് കേട്ടതും സന്ദീപിന്റെ മുഖം വല്ലാതെ മാറി. നവീൻ പതിയെ ചോദിച്ചു, ഇനി ഇവൻ സന്ദീപിനെ കണ്ടിട്ട് തിരിച്ചറിയോ? ഉദയൻ സന്ദീപിനെ നോക്കി. സന്ദീപിന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷൻ വ്യക്തമായിരുന്നു. കൂളിംഗ് ഗ്ലാസും പുതിയ ലുക്കും ഉണ്ടായിരുന്നെങ്കിലും മുഖത്ത് വല്ലാത്ത ഗാംഭീര്യമായിരുന്നു. റാം കാറിന്റെ ഡോറടച്ച് തല ഉയർത്തി അവരെ നോക്കി. അവന്റെ നോട്ടം ഓരോരുത്തരിലൂടെയും കടന്നുപോയി. ഒടുവിൽ വന്നു നിന്നത് സന്ദീപിന്റെ മുഖത്തായിരുന്നു. ഒരു നിമിഷം സന്ദീപിന്റെ നെഞ്ചിടിപ്പ് കൂടിപ്പോയി. അവൻ തിരിച്ചറിഞ്ഞോ? ആ ചോദ്യം ഒന്നായിരുന്നു ആ നിമിഷം എല്ലാവരുടെയും മനസ്സിൽ വന്നത്. സച്ചി എന്ന് വിളിച്ച് റാം അവന്റെ അടുത്തേക്ക് വന്നു. സച്ചി അവന്റെ മുഖത്ത് സ്വാഭാവികമായ ഒരു പുഞ്ചിരി വരുത്തി. സച്ചിയുടെ അടുത്തേക്ക് വന്ന റാം അവന്റെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. എങ്ങനെയുണ്ടടാ, സുഖാണോ? കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. ചെറു ചിരിയോടെ അവൻ സച്ചിയെ ചേർത്ത് പിടിച്ചു. സുഖം തന്നെ, സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴായിരുന്നു റാമിന്റെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന മറ്റുള്ളവരിലേക്ക് നീങ്ങിയത്. ഇതാണോ നീ പറഞ്ഞ കൂട്ടുകാർ? അതെ, സച്ചി പറഞ്ഞു. കൂട്ടുകാർ മാത്രമല്ല, ഞാൻ തുടങ്ങിയ പുതിയ ബിസിനസ്സിലെ പാർട്ട്നേഴ്സാണ് ഇവർ. സത്യത്തിൽ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവ് പോലും ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. റാം സച്ചി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നിന്നു. നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയാലോ? സച്ചി ഒന്ന് നിർത്തി. തടി, പ്രത്യേകിച്ച് റോസ് വുഡും തേക്കുമൊക്കെ. അവൻ തുടർന്നു. അതാണ് ഞങ്ങൾ അവിടെ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്. വുഡ് എക്സ്പോർട്ട്, ഫർണിച്ചർ യൂണിറ്റ്. അതിനായിട്ട് ഇവിടെ വന്നത്. നിന്റെ സഹായം വേണം ഞങ്ങൾക്ക്, സച്ചി പറഞ്ഞു. റാമിന്റെ കണ്ണുകളിൽ ഒരു കൗതുകം തെളിഞ്ഞു. അപ്പോ അതാണ് കാര്യം. അവൻ ചെറുതായി ചിരിച്ചു. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന കാര്യം അച്ഛനും അമ്മയ്ക്കും അറിയില്ല, സച്ചി പറഞ്ഞു. അതുകൊണ്ട് അവരോട് പറയാതെയാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. അതിനെന്താ? റാം ചിരിച്ചു. ഞാൻ ഇവിടെയില്ലേ, എന്തു സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അപ്പോഴായിരുന്നു അവൻ വീണ്ടും മറ്റുള്ളവരിലേക്ക് നോക്കിയത്. അപ്പോ ഇവരാണല്ലേ നിന്റെ പാർട്ട്നേഴ്സും കൂട്ടുകാരും? എല്ലാവരും മുന്നോട്ട് വന്നു. ആദിത്യൻ, മാധവ് കൈനീട്ടി. അഭിമന്യു, ഉദയൻ പറഞ്ഞു. വിഷ്ണു, നവീൻ ചിരിച്ചു. രോഹിത്, സന്ദീപ് പറഞ്ഞു. കിരൺ വർമ്മ, ശരത് ശാന്തമായി പറഞ്ഞു. റാം ഓരോരുത്തരെയും ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ ഒടുവിൽ എത്തിയത് ശിവകാർത്തികേയനിലായിരുന്നു. ശിവകാർത്തികേയനും അതേ ശാന്തതയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിയിടച്ചു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു അസ്വസ്ഥത, ഒരു മൗനമായ പോര്. റാമിന്റെ ചുണ്ടിന്റെ കോണിൽ ചെറിയൊരു പുച്ഛച്ചിരി വരുത്തി. ശിവകാർത്തികേയന്റെ മുഖത്ത് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ മാധവനും കൂട്ടുകാർക്കും ഒരു കാര്യം വ്യക്തമായിരുന്നു. ഇവർ തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? റാം ചോദിച്ചു. കഴിച്ചു, സച്ചി മറുപടി പറഞ്ഞു. ഇവരൊക്കെ നീ എത്തിയതിനു ശേഷം ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞതാ, പക്ഷേ ആന്റി സമ്മതിച്ചില്ല, സച്ചി പറഞ്ഞു. എന്നവാ? റാം കൈകൊണ്ട് അകത്തേക്ക് കാണിച്ചു. അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു. എല്ലാവരും അവന്റെ പിന്നാലെ നടന്നു. പക്ഷേ ശിവകാർത്തികേയൻ മാത്രം അവിടെ നിന്നു. അകത്തേക്ക് പോകുമ്പോൾ മാധവ് തിരിഞ്ഞ് ശിവകാർത്തികേയനെ നോക്കി. അവൻ മാധവിനെ നോക്കി കണ്ണ് ചിമ്മി. ആ സമയം ശിവയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് കണ്ടതും അവൻ പതുക്കെ മാറി നിന്നു. അത് കയറിപ്പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയ മാധവ് കാണുകയും ചെയ്തു. കോവിലകത്തിന്റെ പിന്നിലേക്കുള്ള പഴയ മരക്കൊത്തു പണികളുടെ നടപ്പാതയിലൂടെ നടന്ന് അവൻ ഒതുങ്ങിയൊരു ഭാഗത്തേക്ക് ചെന്നു. കോൾ എടുത്തു. ഹലോ അമ്മാവാ, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പുറത്ത് നിന്ന് രാജശേഖര വർമ്മയുടെ ശബ്ദം കേട്ടു. എന്തായി ശിവ? ശിവകാർത്തികേയൻ ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല എന്ന് ഉറപ്പാക്കി. അവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അത്ര നല്ലതല്ല, അവൻ പതുക്കെ പറഞ്ഞു. ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും സംശയം തോന്നി ഇവരെപ്പറ്റി അന്വേഷണം നടത്തിയാൽ അവരുടെ ഭാര്യമാർ അവിടെയുണ്ടെന്നുള്ള കാര്യം പ്രശ്നമാകും. അവർ വിവാഹം കഴിച്ച കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. മാധവ് മാത്രമാണ് വിവാഹം കഴിച്ച കാര്യം പറഞ്ഞത്. മാധവ് അങ്ങനെ പറഞ്ഞോ? രാജശേഖരവർമ്മ ചോദിച്ചു. പറഞ്ഞു. പെൺകുട്ടിയുടെ പേര് മാളവിക എന്നാണ്. പിന്നെ ആള് പഠിക്കുകയാണ് എന്നാണ് അവൻ പറഞ്ഞത്. രാജശേഖരവർമ്മ നിശബ്ദനായി കേട്ടുനിന്നു. അതുകൊണ്ട് അവരെ വേറെ എവിടെയെങ്കിലും മാറ്റണമെന്ന് ഞാൻ പറയുന്നത്, ശിവകാർത്തികേയൻ തുടർന്നു. പക്ഷേ അവനൊന്ന് നിർത്തി. നമ്മൾ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ അവർ വരില്ല.
അവരുടെ ഭർത്താക്കന്മാർ തന്നെ അവരോട് പറയണം, അവരെ കൂട്ടിക്കൊണ്ടുവരണം. അപ്പുറത്തു നിന്ന് ഒരു ദീർഘനിശ്വാസം കേട്ടു. എനിക്ക് എന്റെ മകളെ കൂടെ നിർത്തണം, സംരക്ഷിക്കണം, ചേർത്ത് പിടിക്കണം. ഇത്രയും നാളും കൊടുക്കാതിരുന്ന അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യവും സ്നേഹവും ഞങ്ങൾക്ക് കൊടുക്കണം. രാജശേഖരവർമ്മ തമ്പുരാന്റെ ശബ്ദം പതറി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചേർത്ത് പിടിക്കണം ശിവ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ. അദ്ദേഹം ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകളിൽ ഒരു അച്ഛന്റെ വേദനയുണ്ടായിരുന്നു. ഉത്സവം തുടങ്ങാൻ ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ, അദ്ദേഹം തുടർന്നു. ഉത്സവത്തിന് ശേഷം നട തുറക്കുമ്പോൾ ക്ഷേത്രത്തിലെ സമ്പ്രദായങ്ങൾ, ചടങ്ങുകൾ എല്ലാം എന്റെ മകളും മരുമകനും ചേർന്നാണ് നടത്തേണ്ടത്. ശിവകാർത്തികേയന്റെ കണ്ണിലും ഒരു മൃദുത്വം തെളിഞ്ഞു. അറിയാം അമ്മാവ, അവൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം പറയട്ടെ. പറയടാ. മാധവ്, അല്ല, ആദിത്യൻ. അവൻ ചെറുതായി ചിരിച്ചു. അവൻ ഞാൻ കരുതിയ പോലെ ഒരാളല്ല. രാജശേഖരവർമ്മ മിണ്ടാതെ നിന്നു. വളരെ ഷാർപ്പാണ്. ശിവകാർത്തികേയൻ തുടർന്നു. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മാവൻ അവന്റെ മുന്നിലേക്ക് വരണം. ആ വാക്കുകൾ കേട്ട് രാജശേഖരവർമ്മ കുറച്ചുനേരം നിശബ്ദനായി. അവനോട് സത്യം പറയണം, ശിവകാർത്തികേയൻ പറഞ്ഞു. അല്ലെങ്കിൽ അവൻ ലക്ഷ്മിയെ അമ്മാവിന്റെ കൂടെ എന്നല്ല ആരുടെ കൂടെയും വിടില്ല. അപ്പുറത്ത് വീണ്ടും നിശബ്ദത. ശേഷം രാജശേഖരവർമ്മ പറഞ്ഞു, ശരി, സമയവും സന്ദർഭവും നോക്കി ഞാൻ അവന്റെ മുന്നിൽ വരാം. ശിവകാർത്തികേയന്റെ ചുണ്ടില് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ അമ്മാവ, അവിടുത്തെ അവസ്ഥ എന്താണ്? ഇവിടെ എന്റെ മകളടക്കം ബാക്കിയുള്ള കുട്ടികളെല്ലാം ചെറിയൊരു ടെൻഷനിലാണ്. പരിചയമില്ലാത്ത സ്ഥലത്ത് അവരെ ഒറ്റയ്ക്കാക്കി. പക്ഷേ നിന്റെ പെണ്ണ് എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. രാജശേഖരവർമ്മ തമ്പുരാൻ പറഞ്ഞതും അതെ അമ്മാവ, അവരൊക്കെ കാണുന്ന പോലെ സാധാരണക്കാരല്ല, ആറ്റം ബോംബുകളാണ്. അത് കേട്ട് അപ്പുറത്തു നിന്നും ചെറിയൊരു ചിരി കേട്ടു. നമ്മുടെ റിസോർട്ട് മുഴുവൻ പൊളിച്ചിടും. അതിന്റെ കൂട്ടത്തില് എന്റെ പെണ്ണു കൂടി ചേർന്ന പിന്നെ പറയണ്ടല്ലോ. അതിനെ ഒറ്റയ്ക്ക് തന്നെ മേയ്ക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ ഇവരും കൂടി കൂടിയ പിന്നെ പറയണ്ട. അതൊന്നും സാരമല്ല. രാജശേഖരവർമ്മ ചിരിച്ചു. അവരും എനിക്ക് എന്റെ മകളെ പോലെ തന്നെയാണ്. ഞാൻ നോക്കിക്കൊള്ളാം, അദ്ദേഹം പറഞ്ഞു. അമ്മായി, ശിവ ചോദിച്ചു. മോളെ കാണാൻ പാത്തും പതുങ്ങിയും നടക്കുന്നുണ്ട്. നിന്റെ ഭാര്യ അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരി, ഞാൻ ഇവരെയെല്ലാം കൊണ്ട് അങ്ങോട്ട് വരാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ആ റാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അവരെ കൊണ്ടുവരും. എന്നാലേ അവരെ അവിടെ നിന്ന് മാറ്റാൻ പറ്റൂ, ഇവരെ ഇവിടെ നിർത്താനും പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ശിവകാർത്തികേയൻ ഫോൺ കട്ട് ചെയ്തു. അവൻ തിരിഞ്ഞു നിന്നതും ദൂരെ നിന്ന് മാധവ് അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു. ആ കണ്ണുകളിൽ സംശയമുണ്ടായിരുന്നു. അതേസമയം മാധവ് ഫോൺ ചെവിയോട് ചേർത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകൾ മുഴുവനും ശിവകാർത്തികേയനിലായിരുന്നു. ആ നോട്ടത്തിൽ സംശയമുണ്ടായിരുന്നു, കോപമുണ്ടായിരുന്നു. അതിലുപരി എന്തോ ഒളിച്ചു വെക്കുന്ന മനുഷ്യനെ കണ്ടുപിടിക്കാനുള്ള ഒരു സൂക്ഷ്മതയുണ്ടായിരുന്നു. ഫോൺ കട്ട് ചെയ്തതും മാധവ് പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു. ശിവകാർത്തികേയൻ അപ്പോഴും കൈ നെഞ്ചോട് ചേർത്ത് നിൽക്കുകയായിരുന്നു. ചുണ്ടിൽ ആ പതിവ് ചെറിയ പുഞ്ചിരി. അപ്പോൾ എന്താണ് പരിപാടി? തമ്പുരാൻ എവിടെയുണ്ട്? മാധവ് ചോദിച്ചു. ശിവകാർത്തികേയൻ ചെറുതായി പുഞ്ചിരിച്ചു അവനെ നോക്കി. പിന്നെ എന്താ? അവൻ അറിയാത്ത പോലെ ചോദിച്ചു. ഞെട്ടണ്ട, മാധവിന്റെ ശബ്ദം കനം പിടിച്ചു. രാജശേഖരവർമ്മ തമ്പുരാൻ എവിടെയുണ്ട്? ദേവയാനി തമ്പുരാട്ടിയും എവിടെയുണ്ട്? ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ആ റിസോർട്ടിലുണ്ടല്ലേ? ഒരു നിമിഷം ശിവകാർത്തികേയന്റെ മുഖത്തെ പുഞ്ചിരി മങ്ങി. മാധവ് വീണ്ടും പറഞ്ഞു. അവരവിടെയുണ്ടെന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പെണ്ണിനെയും എൻ്റെ സഹോദരിമാരെയും അവിടെ നിർത്തിയിട്ട് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ എന്തുദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന് എനിക്കറിയണം. അവന്റെ ഓരോ വാക്കും വളരെ കൃത്യമായിരുന്നു. ശിവകാർത്തികേയൻ കുറച്ചുനേരം മിണ്ടാതെ അവനെ നോക്കി നിന്നു. പിന്നെ പതിയെ ചിരിച്ചു. ഞാൻ കരുതിയതിലും ബുദ്ധിയുള്ളവനാണ് നീ, അവൻ പതിയെ പറഞ്ഞു. വളരെ വളരെ വലിയ ബുദ്ധിമാൻ. മാധവ് ഒന്നും പറഞ്ഞില്ല. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാം, ശിവകാർത്തികേയൻ തുടർന്നു. പക്ഷേ ഇപ്പോഴല്ല. ഇപ്പൊ നമുക്ക് എല്ലാവരെയും കൂട്ടി റിസോർട്ടിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം. മാധവിന്റെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. അതിനുശേഷം നമ്മൾ തിരിച്ചു വരും. നിങ്ങൾ ഇവിടെ വേണം. ഉത്സവത്തിന്റെ അന്ന്, നട അടക്കുമ്പോഴും പിന്നെ നട തുറക്കുന്ന അന്നും. അന്ന് നിങ്ങളെ ഇവിടെ ആവശ്യമുണ്ട്. ആ വാക്കുകൾ പറയുമ്പോൾ ശിവകാർത്തികന്റെ മുഖത്ത് വല്ലാത്ത ഗൗരവം ഉണ്ടായിരുന്നു. മാധവ് അവനെ കണ്ണെറുക്കാതെ നോക്കി നിന്നു. എന്നെ നോക്കണ്ട, ശിവകാർത്തികേയൻ ചെറുതായി ചിരിച്ചു. ഞാൻ പറഞ്ഞത്
ഇപ്പോ നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ പിന്നീട് മനസ്സിലാവും. കാറ്റ് മുറ്റത്തുകൂടി വീശിപ്പോയി. മരങ്ങളിൽ നിന്നും കിളികളുടെ ശബ്ദം. ആ ശബ്ദത്തോടൊപ്പം ശിവകാർത്തികേയൻ വീണ്ടും പറഞ്ഞു, ആദ്യം ഇവിടെ നിന്ന് റിസോർട്ടിലേക്ക് എത്തണം. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ കാണാതെ, നിങ്ങൾ പറയാതെ ഒരു അടി പോലും അവിടെ നിന്ന് അനങ്ങില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ അവിടെ എത്തിച്ചതിന് ശേഷമേ അവരെ കൂടുതൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ എനിക്ക് പറ്റൂ, ശിവ പറഞ്ഞു. അപ്പോൾ അവരിപ്പോ സേഫ് അല്ലേ? മാധവ് ഉടനെ ചോദിച്ചു. സുരക്ഷിതമാണ്, 100% സുരക്ഷിതം. പക്ഷേ അവന്റെ ശബ്ദം താഴ്ന്നു. അവരെ അതിലും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റേണ്ട സമയം അടുത്തിരിക്കുന്നു. അത് കേട്ടതും മാധവിന്റെ ഉള്ളിൽ വീണ്ടും സംശയങ്ങൾ പൊങ്ങി വന്നു. പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ആലോചിക്കൂ. ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. റാമിന് എന്നെ അത്ര പിടിക്കില്ല, ശിവകാർത്തികേയൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും നേർക്കുനേർ നിൽക്കുന്ന ഗരുഡനും പാമ്പും പോലെയാണ്. അതുകൊണ്ട് അവൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളോട് അധികം സംസാരിക്കുന്നത് ശരിയാവില്ല. മാധവ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ഞാൻ അവരെയും കൂട്ടി വരാം. എന്നിട്ട് റിസോർട്ടിലേക്ക് പോകാം. അവന്റെ കണ്ണുകൾ തീ പോലെ കത്തി. എനിക്ക് കാണണം ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാനെയും ദേവയാനി തമ്പുരാട്ടിയെയും. ആ വാക്കുകൾ പറഞ്ഞതും മാധവ് തിരിഞ്ഞു നടന്നു. അവൻ പോകുന്നത് ശിവകാർത്തികേയൻ നിശബ്ദനായി നോക്കി നിന്നു. മാധവ്, അവനെ നിസ്സാരക്കാരനായി കാണരുത്. അവൻ വല്ലാത്ത കൂർമ്മ ബുദ്ധിയുള്ളവനാണ്, ശിവ മനസ്സിൽ പറഞ്ഞു. മാധവ് അകത്തേക്ക് നടന്നു വന്നപ്പോൾ തന്നെ വിശാലമായ ഹാളിൽ റാമും സച്ചിയും നല്ല സംഭാഷണത്തിലായിരുന്നു. സച്ചി എന്തൊക്കെയോ പറഞ്ഞപ്പോൾ റാം പൊട്ടിച്ചിരിച്ചു. അരികിലിരിക്കുന്ന ഉദയൻ, നവീൻ, ശരത്ത് അവരെ നോക്കി ചെറിയൊരു ചിരിയോടെ ഇരിക്കുകയായിരുന്നു. അതേസമയം മാധവ് പതിയെ അങ്ങോട്ട് നടന്നു വന്നു. അവനെ കണ്ടതും സച്ചി ഒന്ന് നേരെയിരുന്നു. ആഹാ, ഇവിടെ ഇരിക്കാനോ എല്ലാവരും? മാധവ് പതിയെ പറഞ്ഞു. എന്താ ആദിത്യ? അഭിമന്യു ചോദിച്ചു. നമുക്ക് റിസോർട്ടിലേക്ക് പോയാലോ? നമ്മുടെ ലഗേജ് എല്ലാം അവിടെയല്ലേ, അതെടുത്തിട്ട് വരണ്ടേ? മാധവ് ചോദിച്ചതും റാം അവനെ നോക്കി. നിങ്ങൾ എന്തിനാ റിസോർട്ടിലേക്ക് പോയത്? ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ? റാം ചോദിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ റിസോർട്ടിൽ തന്നെയാണ് നിൽക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശിവകാർത്തികേയനും തമ്പുരാട്ടിമാരും നിർബന്ധിച്ചു. അതുകൊണ്ടാ ലഗേജ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞത്, മാധവ് പറഞ്ഞു. അതെ, ഞങ്ങളും അതാണ് പറഞ്ഞത്, സച്ചി കൂട്ടിച്ചേർത്തു. മാധവ് ചെറിയൊരു ചിരിയോടെ അവരെ നോക്കി. മാധവിന്റെ മറുപടി കേട്ട് റാം കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നു. ആ സമയം അവന്റെ ഫോൺ റിങ് ചെയ്തതും അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ ഫോണുമായി പുറത്തേക്ക് പോയി. അത് കണ്ടതും സച്ചി പതിയെ എഴുന്നേറ്റ് മാധവിന്റെ അരികിലേക്ക് ചെന്നു. എല്ലാവർക്കും ഇടയിലായി ഇരുന്നു. സച്ചി, സന്ദീപ് ശബ്ദം താഴ്ത്തി വിളിച്ചു. എന്താ? സച്ചി ചോദിച്ചു. ഞാൻ നിന്നോട് ചോദിക്കാനിരുന്നതാണ്. ആ റാം ഉള്ളപ്പോൾ നീ എന്ത് ധൈര്യത്തിലാണ് നമ്മളിവിടെ ബിസിനസ്സിന് വന്നതാണെന്നൊക്കെ പറഞ്ഞത്? സന്ദീപിന്റെ ശബ്ദത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചി ഒന്ന് ചുറ്റും നോക്കി. റാം അപ്പോഴും അവരെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം കണ്ടതും മാധവിന്റെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. സച്ചി പതിയെ പറഞ്ഞു. മാധവേട്ടൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു കാരണം പറഞ്ഞാൽ മതിയെന്ന്. കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാ നിങ്ങളോട് പറയാൻ പറ്റാതിരുന്നത്, സച്ചി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും മാധവിനെ നോക്കി. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, അവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരനല്ല. ഉദയനും ശരത്തും ശ്രദ്ധയോടെ മാധവിനെ നോക്കി. റാമിന്റെ ഓരോ നോട്ടത്തിലും ഒരു നിഗൂഢതയുണ്ട്. മനസ്സിൽ ഒന്ന് വെച്ച് പുറമെ മറ്റൊന്ന് സംസാരിക്കുന്ന ടൈപ്പ്. അവനെ സൂക്ഷിക്കണം. മാധവ് പറഞ്ഞതും സച്ചി അല്പം ആശങ്കയോടെ ചോദിച്ചു. നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ? മാധവ് ചെറിയൊരു ചിരിയോടെ തല കുനിച്ചു. സംശയമല്ല, ഉറപ്പ്. നമ്മൾ ഇവിടെ വരുമെന്ന് അവൻ നേരത്തെ തന്നെ അറിഞ്ഞ ആളെപ്പോലെയാണ് പെരുമാറ്റം. ആ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും മുഖം ഗൗരവമായി. ശരത്ത് കൈകെട്ടി നിന്നു. അതായത് മാധവ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഈ ഉദയപുരം കോവിലകത്തിൽ നമ്മൾ മാത്രമല്ല കളിക്കുന്നത്, നമ്മളെക്കാൾ മുമ്പേ കളിക്കാൻ തുടങ്ങിയ ഒരാളുണ്ട്. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ മാധവിനെ നോക്കി. ആര്? ഉദയൻ പതിയെ ചോദിച്ചു. റാമാണോ? മാധവ് നേരെ റാമിനെ നോക്കി. അവരുടെ അടുത്ത് നിന്ന് മാറി നിന്ന റാം ഇപ്പോൾ അവിടെയുള്ള സോഫയിൽ ചാരിയിരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചെറുതായി പുഞ്ചിരിക്കുകയായിരുന്നു. ആ പുഞ്ചിരി കണ്ടതും മാധവിന്റെ കണ്ണുകൾ വീണ്ടും ചുരുങ്ങി. അതെ, അവൻ പതിയെ പറഞ്ഞു. അവൻ നമ്മൾ കരുതുന്നതിലും അപകടകാരിയാണ്. ഒരുപക്ഷെ നമ്മളുടെ ചുറ്റും അവന്റെ കണ്ണുകൾ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റിസോർട്ടിലെത്തണം. അവിടുന്ന് നമ്മുടെ ഭാര്യമാരെ സേഫായ ഒരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം.
മാധവ് പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. എവിടേക്ക് മാറ്റാൻ? ആരുടെ കരങ്ങളില്? ഉദയൻ പെട്ടെന്ന് ചോദിച്ചു. ഉദയപുരം കോവിലകത്തെ രാജശേഖരവർമ്മ തമ്പുരാന്റെ കയ്യില്, മാധവ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ നല്ല മഴയാണ്. അവിടെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? അപ്പോൾ എല്ലാവരും സ്റ്റോറി കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത സ്റ്റോറിയുമായിട്ട് വേഗം വരാവേ. ബൈ.